അഗസ്ത്യാർ മലയുടെ താഴ്വര എന്ന് വിശേഷിപ്പിക്കാവുന്ന കല്ലാർ വനമേഖലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിവിടെ നിൽക്കുന്നതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. കാരണം ഏകലവ്യ കലാകായിക കേന്ദ്രം അതിന്റെ ഒരു മെയിൻ ആളുണ്ട്. എന്നാൽ പുള്ളി എന്ന് പറയുന്നത് വംശീയ വൈദ്യം എന്ന് പറയുന്നത് നമ്മുടെ അഗസ്ത്യാർ വനമേഖലയിലെല്ലാം ഇഷ്ടംപോലെ ഔഷധങ്ങൾ ഇന്നുമുണ്ട്. എന്ത് രോഗത്തിനും ചികിത്സയ്ക്കുള്ള ഔഷധങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഔഷധങ്ങൾ എടുത്തു വെച്ച് വംശീയ വൈദ്യം ആ രീതിയിൽ ചികിത്സിക്കുന്ന ആളായിരുന്നാലും അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിൽ പ്രശസ്തനായ ഒരു വ്യക്തി മല്ലികാർജുനൻ കാണി, ആ വ്യക്തിയെ അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങളും പങ്കുചേരുക. നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാം. കാട്ടിനോടൊപ്പം ഇണചേർന്ന് കാട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മല്ലികാർജുനൻ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഈ പാതയിൽ ഒരുപാട് കഠിനമായ തടസ്സങ്ങൾ നമുക്ക് തോന്നുമെങ്കിലും പക്ഷേ ഇവർക്ക് ദൈനംദിന ജീവിതത്തിലെ ഒരു ഘടകം മാത്രമാണ്. എന്തായാലും അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ചെറിയ പാടാണ്, എങ്കിലും നമുക്ക് പോയി കാണാം. മല്ലികാർജുനൻ ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കിണറുണ്ട്. അപ്പോൾ ഈ കിണറിലെ വെള്ളത്തിന് ഭയങ്കര സ്വാദാണ്. അപ്പോൾ നടന്നതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. കുറച്ച് വെള്ളം കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം. ക്ഷീണമുണ്ടെങ്കിലും ഈ വെള്ളം കുടിച്ചപ്പോൾ, കാരണം ഈ വെള്ളത്തിനുള്ള ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. കാരണം വളരെ ശുദ്ധീകരിച്ച വെള്ളം പോലും തൂക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഈ വെള്ളം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചേട്ടൻ്റെ വിശേഷങ്ങൾ അറിയാം. നമസ്കാരം മല്ലികാർജുനൻ ചേട്ടാ, എന്തുണ്ട് വിശേഷങ്ങൾ? ഇവിടെ വെറിയും മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശേഷമൊന്നുമില്ല. ചേട്ടാ, ഇവിടുത്തെ ഏകലവ്യ കലാകായിക കേന്ദ്രം ഇതിന്റെ മെയിൻ ആക്ടിവിറ്റി എന്താണ്? മെയിൻ ആക്ടിവിറ്റി പിന്നെ സ്പോർട്സാണ്. ഓക്കെ. ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ ഇങ്ങനെ നോക്കുമ്പോൾ മറ്റുള്ള തരത്തിലെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും ഒക്കെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ടോ. പക്ഷേ ആദ്യം